നമസ്കാരം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് വികസിത രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയുടെ പരിരക്ഷണത്തിനായി വ്യക്തികളെ ഒരുക്കിയെടുക്കുന്നതിനാവശ്യമായ വൊക്കേഷണൽ ഗൈഡൻസ് നടത്തിയിരുന്നത്. പിന്നീട് അത് കൗൺസിലിംഗ് എന്ന ടെക്നോളജിയായി മാറി. നമ്മുടെ നാട്ടിലും കൗൺസിലിംഗിന്റെ പ്രാധാന്യവും പ്രചാരവും വർദ്ധിച്ചു വരികയാണ്. വനിതാ ശിശുവികസന വകുപ്പിന് സൈക്കോ സോഷ്യൽ പദ്ധതിയായ സ്കൂൾ കൗൺസിലിംഗ് ഉള്ളതായി നിങ്ങൾക്കറിയാമോ? 2008 കിശോരി ശക്തി യോജന നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കി. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും മാനസിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് 163 സ്കൂളുകളിലായിട്ടായിരുന്നു ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. 2011 സൈക്കോ സോഷ്യൽ സർവീസ് സ്കീം എന്ന പേരിലേക്ക് മാറ്റി സാമൂഹികക്ഷേമ വകുപ്പിന്റെ കീഴിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്തു. സൗജന്യ വ്യക്തിഗത കൗൺസിലിംഗിലൂടെയും ഔട്ട്റീച്ച് ക്യാമ്പുകളിലൂടെയും പേരന്റ് ക്ലിനിക്ക് ലക്ഷ്യം വയ്ക്കുന്നത് ഉത്തരവാദിത്തപൂർണമായ രക്ഷകർത്തൃത്വത്തെയാണ്. സ്കൂൾ തലത്തിൽ വ്യക്തിഗത ഗ്രൂപ്പ് കൗൺസിലിംഗുകളും ബോധവൽക്കരണ ക്ലാസുകളും, അംഗനവാടി തലത്തിൽ കൗമാര ക്ലാസുകളും കൗമാര ക്ലബ്ബുകളും, അതോടൊപ്പം കഴിഞ്ഞ 4 വർഷക്കാലമായി പേരന്റ് ക്ലിനിക്കുകളുടെ പ്രവർത്തനങ്ങളും ജില്ലാതലത്തിൽ നടന്നുവരുന്നു. ഇന്ന് സംസ്ഥാനത്തിലുടനീളം 1500-ലധികം സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSE വിഭാഗത്തിലായി മുഴുവൻ സമയം സേവനം നൽകി വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 58ഓളം സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർ സേവനമനുഷ്ഠിച്ചു വരുന്നു.